അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്ന ചൊന്നർ പലക്ക മല്ലം യഹ്തമ്മ ബി ഉമൂരിൽ മുസ്ലിമീന ഫലൈസ മിൻഹും. മുസ്ലിമീങ്ങളെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തെങ്കെത്ത ഒരാൾ മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളെ അല്ലാണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വഴിപാട്ടി തന്നിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പലക്ക യഥാർത്ഥത്തിൽ പാലിക്കണമെങ്കെത്ത ആളാണ് ഒറിജിനൽ മുസ്ലിം. ഇസ്ലാം ചെന്നെങ്കിൽ എല്ലാവർക്കും ശാന്തി, നെമ്മതി, റാഹത്ത് ഉദ്ദേശിക്കണമെങ്കെത്ത ആൾ. ശാന്തിയുടെ നെമ്മതിയുടെ ധർമ്മമാണ് പവിത്രമായ ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, എല്ലാവർക്കും സ്നേഹങ്ങൾ കൊടുക്കണു, എല്ലാവരെയും സ്നേഹിക്കണു, രക്ഷപ്പെടുത്തണു. അതിലൊട്ടിಗೆ വിശേഷത മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾമാർ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അങ്ങനെ കാര്യം നമുക്ക് വിഷയമേ ആവില്ല, ഞാൻ ശ്രദ്ധിക്കരുതേ ഇല്ല, നൻ്റെ കാലിലടിക്ക് തന്നി വർമ്മ മാത്രമാണ് നക്ക് വന്നവിടെ. ഞാനെപ്പോഴും അശ്രദ്ധയിലുള്ള, ആഡംബരത്തിലുള്ള, ഇസ്രാഫിലുള്ള ഒരു ശ്രദ്ധയും ഇല്ലാണ്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടുള്ളാണ്ട് എങ്കിൽ ഫലൈസ മിൻഹും. അക്കൂട്ടത്തിലുള്ള ആളെ അല്ല അവന് വേറായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നുകൊണ്ടുള്ളത്. ഈ ഒരു സന്നിവേശത്തിൽ എന്തുകൊണ്ടും പ്രസക്തമായ എനിക്കൊരു ഹദീസാണ്. പാവപ്പെട്ട ഗാസത്തെ മക്കൾ, ഫലസ്തീൻ്റെ മക്കൾ, അവിടെ റിപ്പോർട്ടിങ് എല്ലാം വണ്ടത്, എല്ലാം ലോകത്ത് വണ്ടില്ല. ചിലതെല്ലാം കാണുമ്പോൾ ഹൃദയമുള്ള എനിക്കെത്ത ആൾമാർ ഹൃദയങ്ങൾ പൊട്ടിപ്പോകേണ്ട എനിക്കെത്ത അവസ്ഥ. ആ പാവപ്പെട്ട മുസ്ലിമീങ്ങുവാനായിട്ട് നിരന്തരമായ ദ്വാ. അതിലൊട്ടിಗೆ അങ്ങളെ നശിപ്പിക്കണമെങ്കെത്ത ക്രൂരന്മാർ, അങ്കെതിരെ അങ്ങളെ എല്ലാ അർത്ഥത്തിനും റിജക്റ്റ് ആക്കണമെങ്കെത്തെ, അങ്ങളെ പ്രൊഡക്റ്റുകളെ ഒഴിവാക്കണമെങ്കെത്ത, നമുക്ക് ഗൊന്തുള്ളെങ്കെത്ത പ്രൊഡക്റ്റ് എന്തെല്ലാം ഉണ്ടാ അത് ഒഴിവാക്കണമെങ്കെത്ത ഒരു ഈമാനെങ്കിലും നമുക്ക് ഉണ്ടാവണമുണ്ട. ഈ സന്ദർഭത്തിൽ അങ്ങളൊട്ടിಗೆ നാം ആക്കണമെങ്കെത്തൊരു സഹായം അതാണ്. അല്ലാണ്ട് നമുക്ക് ഊടറെ ഫുഡ് എടുത്തുകൊണ്ട് പോകാൻ അങ്ങളെ മുട്ട പോകാവില്ല. ബാക്കി കാര്യങ്ങളൊന്നും നമുക്ക് ആക്കുക ആയില്ലാണ്ടായെങ്കും ആത്മാർത്ഥമായി ആ മോമിനീങ്ങൾക്ക് വേനായിട്ട്, പാവപ്പെട്ട ആൾമാർക്ക് വേനായിട്ട് നിരന്തര ദ്വാ. ഈമാനിൽ ഏറ്റവും ശക്തന്മാരായ ആൾമാരാണ്. കുറച്ച് നാൾക്ക് മുന്നിൽ വരെ ഗാസത്തിൽ എന്തേ പടച്ചോൺ ഇടപെടില്ല, അള്ളാഹു എന്തേ ഇങ്ങനെയാണ് ചൊന്ന ആളെ പലക്ക ഞാൻ കേട്ടെ. പക്ഷേ ഗാസത്തുള്ള എനിക്കെത്തൊരു കിടാവും ഈ സമയം വരെ അങ്ങനെ ചൊന്നില്ല. അതാണ് ഈമാൻ ചൊന്നെങ്കിൽ, അതാണ് ഈമാൻ്റെ മാധുര്യം ഒരാളെ കൽബ് കടക്കിടേൻ ചൊന്നെങ്കിൽ. അതാണ് പൂർവ്വകാലത്തെ ചരിത്രങ്ങളെല്ലാം ഞങ്ങൾ വായിക്കട. മഹാന്മാർ, സ്വാലിഹീങ്ങൾ ഈമാനിൽ ഉറച്ചു നിന്നെങ്കെത്ത സംഭവങ്ങൾ വായിക്കുമ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോണ്ട. ആധുനിക കാലത്തും അങ്ങനത്തെ ആൾമാരുള്ളാറ്. ഗാസത്തൊരു ചെറിയ കിടാവുടെ ഈമാനും ഞങ്ങളെല്ലാവരുടെ ഈമാൻ വേറൊരു തട്ടിൽ വെച്ചെങ്കിൽ ആ കിടാവായിട്ടിക്കും ഞങ്ങളാട്ടി ഉഷാർ. അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഈമാൻകും ഒരു മധുരമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ത്. ആ മധുരം എന്താണ്? അതിൻ്റെ ഞങ്ങൾക്ക് ഗാസത്തെ മക്കളെ നോക്കിയിട്ട് അവിടെ ആൾമാരെ നോക്കി പഠിക്കുകയാവും. എത്ര പ്രയാസങ്ങൾ, ബുദ്ധിമുട്ട് വന്നെങ്കും അതെല്ലാം അള്ളാഹുടെ മുട്ടത്തെയാണ്. കുല്ലൻ യുസീവന ഇല്ലാമ കതബല്ലാഹു ലനാ ഹുവ മൗലാന. ഞങ്ങൾക്കൊരു ചെറിയ കൊതുകുത്തിയെങ്കിൽ എന്ത് സാവും ഞങ്ങളുടെ ചെല്ല. പക്ഷേ ഖുർആൻ ചെന്ന പോലെ ഞങ്ങൾക്ക് എത്രതെല്ലാം അള്ളാഹു കണക്കാക്കിയതാണ്. യുദ്ധഭൂമിയിൽ നിന്നിട്ട് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, അള്ളാഹു ഞങ്ങൾക്ക് മെയ്യീൻ ചൊല്ലാറുണ്ടായി. ഞങ്ങളെ ഈമാൻ എത്രയായിട്ടിക്കും. ആരാണ് അമരീക്ക, ആരാണ് ഞങ്ങളെ നശിപ്പിക്കാൻ ഇണ്ടും ചെന്നുകൊണ്ടുള്ളാറ്. ഫിറഔനെ നശിപ്പിച്ചെങ്കിട്ട് അള്ളാഹു ഞങ്ങൾക്കുള്ളാണ്ട് അങ്ങ് ചൊല്ലാറുണ്ടായെങ്കിൽ ഒരു മുസ്ലിം വൈദ്യ ഗാസത്തെ ഹോസ്പിറ്റലിൽ മറന്നു കൊടുത്തുകൊണ്ടില്ല ചികിത്സയാക്കിക്കൊണ്ടുള്ള എനിക്കെത്തൊരു വൃദ്ധയുടെ ഹജ്ജ് സമയത്ത് ആയിമയുടെ ഒരു റിപ്പോർട്ട് ഞാൻ അറബി പത്രത്തിൽ വായിച്ചിട്ട്, യാ റബ്ബി കണ്ണീരൊഴുക്കണ എനിക്കെത്ത ബർഹാണ്. അയിമയുടെ 10 മക്കളിൽ ഒലിമ്പോ മക്കളെ കൊന്നാർ. ഇസ്രായേൽ ചൊല്ല ലോകത്ത് തുല്യതയില്ലാത്ത ക്രൂരി രാഷ്ട്ര പാവപ്പെട്ട ഔത്തുക്ക് ബോംബിട്ടാർ. 10 മക്കാണ്, ചെറിയ ചെറിയ മക്ക, ഖുർആൻ പഠിച്ചെങ്കെത്ത മക്ക, കണ്ടപാട്ടാക്കിയെങ്കെത്ത മക്ക. ഒലിമ്പോ മക്ക മരിച്ചു പോയാർ. ഒരു കിടാവ് ജീവൻ മരണ ഹൊറാട്ട. ഭർത്താവുക്കും വലിയ ഗായാണ്. ഈ മകെന്തും ഇല്ല, എല്ലാം ശൂന്യാണ്. ആ സമയത്ത് വരെ ആ ഉമ്മ ഛിദ്രമായ മക്കളെ ഈ ജനാസത്തെ മുന്നിൽ നിന്റെ ചൊന്ന പലക്ക് അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹ് ഇങ്ങനെ ജീവിച്ചുള്ള എനിക്കെത്ത ആൾമാരാണ്. എൻ്റെ റബ്ബിനെ മുട്ടങ്ങൾക്ക് റിസ്ക് കിട്ടുന്നുണ്ടാ ചൊന്നുകൊണ്ടുള്ളേ. പടച്ചോൻ്റെ മുട്ടങ്ങൾക്ക് റിസ്ക് കിട്ടു അങ്ങ് അഹയാത്തുള്ള എനിക്കെത്ത ആൾമാരുണ്ടാ ചൊന്നുകൊണ്ടുള്ളേ. ഈമാൻ്റെ മധുരം അതാണ് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ളേ. ഇങ്ങനെയും പ്രയാസം അനുഭവിക്കണമെങ്കെത്ത ഗാസത്തെ ആൾമാർ ആ സമയത്ത് ഞങ്ങളെത്തെല്ലാം ഞങ്ങൾ ഓർക്കൊണ്ടുണ്ടാ ചൊന്നുകൊണ്ടുള്ളേ. ഞങ്ങളെ ഉത്തര പ്രോഗ്രാം കാര്യങ്ങളിലെല്ലാം യൂറോപ്യൻ സിദ്ധാന്തങ്ങളാണ്, സംസ്കാരങ്ങളാണ് കടന്നു വന്നുകൊണ്ടുള്ളത്. ഏത് പാവപ്പെട്ട ഗസത്തെ ആൾമാരെ രക്തം കുടിച്ചുകൊണ്ടുള്ളാറ
അതേ ആൾമാർ അങ്ങൾക്ക് സപ്പോർട്ടാക്കണമെങ്കിൽ ആൾമാരെ പ്രൊഡക്റ്റുകളാണ് ഞങ്ങൾ ഔത്തുള്ള അങ്ങനെ സംസ്കാരങ്ങളാണ് ഞങ്ങൾ ഔത്തുക വന്നുകൊണ്ടുള്ള ഞങ്ങൾ മദീനത്തെ മറന്നിട്ട് യൂറോപ്പിലെ ജണ്ട് കൈകൊണ്ട് സ്വീകരിക്കണമെങ്കിൽ ഒരവസ്ഥ കാണുപോയോണ്ടുള്ള പാവപ്പെട്ട ഗസത്തെ മൊക്ക ഭക്ഷണം കിട്ടാണ്ട് മരിച്ചുകൊണ്ടുള്ളാർ. പത്ര റിപ്പോർട്ട് ನಾನು നോക്കി വെള്ളിയാസರ പത്ര റിപ്പോർട്ട് 2.3 ദശലക്ഷ ആൾമാർ ഭക്ഷണമില്ലാണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടുള്ളാർ ഗാസത്തിലുണ്ടാണ് വിശ്വസംസ്ഥ ചെന്നുകൊണ്ടുള്ള റിപ്പോർട്ട്. ലോകത്തെ ഭൂമിയിലെ ഏറ്റവും പസിയുള്ളെങ്കത്തെ ജാഗ്യ ഹസിയുള്ളെങ്കത്തെ ജാഗ്യ ഗാസ ಅಂತಾണ് വിശ്വസംസ്ഥ ചെന്നുകൊണ്ടുള്ളത്. യാ റബ്ബി, അത്രയും പാവപ്പെട്ട മക്കൾ മരിച്ചാറ്, ആൾമാർ മരിച്ചാറ്. ബോംബിങ് ഏതായാലും ഉണ്ട്, അതിലൊട്ടിയെ ഹസിവ് കൊണ്ട് മരിച്ചുകൊണ്ടുള്ളാർ. ലോകത്തെ ഭക്ഷണം കൊടുക്കുകാർ ഭർത്തായാറുണ്ടായെങ്കിൽ അങ്ങളെ നേരെ ബോംബിട്ടുകൊണ്ടുള്ളാറ്. ഭക്ഷണം എവിടെയെങ്കിലും കിട്ടും ചൊല്ലുമ്പോൾ ക്യൂ നിണ്ടെങ്കത്തെ നിരപരാധികളായ പാവപ്പെട്ട ആൾമാർ, എല്ലാവരും നിരപരാധികളാണ്, പാവപ്പെട്ട ആൾമാരെ ഭക്ഷണം പിന്നെ എടുക്കുക സാಲು നിണ്ടെങ്കത്തെ മക്കളെ ആൾമാരെ കൊല്ലുടേൻ ചൊന്നെങ്കിൽ ലോകം ಇದರ ಬಗ್ಗೆ മുണ്ടിയോണ്ടില്ലല്ല റബ്ബെ, ഒരക്ഷരം മുണ്ടിയോണ്ടില്ല, എന്തും ചൊന്നുകൊണ്ടില്ല. നേർക്ക് ഇതിനെ കണ്ടു നോക്കണമെങ്കിൽ അവസ്ഥയിലാണ്. സുബ്ഹാനല്ലാഹ്, അവിടെയെല്ലാം വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കണമെങ്കിൽ വിഷയം ഈ ചൊന്നെങ്കത്തെ ആൾമാരെ അങ്ങളെ റായത്തെ പേര്, അങ്ങളെ പ്രൊഡക്റ്റുങ്ങളെ പേര് ഞങ്ങളുടെ ടീഷർട്ടിലുണ്ട്. എത്ര ബാലക്കാർ അങ്ങളെ ടീഷർട്ടിലെല്ലാം നോക്കിയെങ്കിൽ അമേരിക്കത്തെ ഔഡ്രെ അങ്ങളിതെല്ലാം അങ്ങളെ പേരാണ്. സുബ്ഹാനല്ലാഹ്, ഇങ്ങളെ കൊല്ലുടെങ്കത്തെ രക്തം കുടിക്കണമെങ്കത്തെ ആൾമാരെ പേര്, അങ്ങളെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തിന്നോണ്ടേ വേണു. പെപ്സി, കോല, KFC ഇങ്ങനെ തുടങ്ങിയത് എന്തെല്ലാം ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് വേണു. കാബ തവാഫാക്കിയിട്ട് ആചാർമാർ വന്ന് ക്യൂ നിൽക്കടെ ഈ KFC തിന്നുക വേനായിട്ടാണ്. യാ റബ്ബി നഊദുബില്ല. എന്നിട്ട് ഫലസ്തീൻ്റെ മക്കൾ സഹായിക്കണമെന്ന് ചൊന്ന് ഞാൻ ദ്വാരക്കിടയ്ക്ക് എന്തർത്ഥാനുള്ളത് ഇവിടെ അത്രയെങ്കിലും നൻ്റെ കൊണ്ടാക്കുക ആയില്ലാണ്ടായെങ്കിൽ നാളെ ആഖിറത്തിൽ ചിരിച്ചോണ്ട് ഞങ്ങളെ പ്രിയപ്പെട്ട ഗാസത്തെ മക്ക സ്വർഗത്ത് പോകുമ്പോൾ അവിടെ ഉത്തരം ചൊല്ലണായത് നാണായിട്ടിക്കും. നൻ്റെ ആയിട്ടിക്കും അള്ളാഹു നിപ്പാട്ടി വെക്കടെ. യുദ്ധം നടന്നത് എവിടമ ഉത്തരം ചൊല്ലണായത് ആറ. ഇങ്ങനത്തെ ഒരവസ്ഥ വേണ്ടതിൽ ഉറപ്പ് സംശയമില്ല. ഞങ്ങളെ ഉത്തരം മങ്ങിൽത്തുക എത്ര ഭക്ഷണമാണ് ഞങ്ങൾ വേസ്റ്റാക്കടെ. കയ്യും കണക്കുമില്ലാത്ത ഭക്ഷണങ്ങൾ വേസ്റ്റാക്കിക്കൊണ്ടുള്ള ഹാളിൽ മങ്ങിലാവുമ്പോൾ എത്ര ഭക്ഷണങ്ങൾ വേസ്റ്റാവുള്ളൂ. എന്തെല്ലാം പുതിയ പുതിയ സംസ്കാരങ്ങൾ വെളിച്ചവണ്ടാർ ആണിങ്ങ പെണ്ണിങ്ങ വിവരമുണ്ടും ചൊല്ലങ്ങവും എല്ലാം ചൊല്ലങ്കത്തെ ആൾമാർ ഏതോ മൂത്രവിത്തി കൽകാത്തവണ് ഒരു സംസ്കാരം കൊമ്പന്നാണ്ടായെങ്കിൽ അതിനെ ഞങ്ങൾ ജണ്ട് കൈപിടിച്ച് സ്വീകരിച്ചുകൊണ്ടുള്ള ഇവിടെയാണ് ആ മക്കളെ എതിരിൽ ഉറപ്പായിട്ടും പടച്ചുകൊണ്ട് മുന്നുള്ള ഞങ്ങൾ ഉത്തരം ചൊല്ലണവും. അപ്പം അതുകൊണ്ട് ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തന്ന നിഅമത്തിൽ മതിമറക്കാണ്ട് ഈ പാവപ്പെട്ട ആൾമാർക്ക് വേനായിട്ടുള്ള ദുആ. പാവപ്പെട്ട ആൾമാർ, ഞാൻ ഇന്നലൊരു വീഡിയോ കണ്ട്, ഈജിപ്തിലെ ആൾമാർ കടൽക്ക് ആഹാര പൊട്ടണത്തെ കുപ്പിലാക്കിയിട്ട് എറിഞ്ഞുകൊണ്ടുള്ളാർ. എന്തേ കുറച്ച് ആൾമാർ അങ്ക് എങ്ങനെങ്കിലും ഭക്ഷണം കിട്ടട്ടെ, അവിടെ എത്തോട്ടൊക്കെ വിട്ടോണ്ടില്ലേ, അവിടെ എത്തുക ആയോണ്ടില്ല, കടൽക്ക് കുപ്പിൽ ഭക്ഷണമാക്കിയിട്ട് അതിൽ ചീട്ടി ഇങ്ങളെ പേര് നമ്പർ ഇട്ടിട്ട് എരിടെ ഉടച്ചോണ്ട മേൽ തവക്കുലാക്കിയിട്ട് എല്ലാം എത്തും ചൊല്ല പ്രതീക്ഷയില്ല, കുറച്ചെങ്കിലും എത്തുമല്ലേ. അങ്ങനെ ഇങ്ങളെ ആശ വെറുതെ കായില്ല. കുറച്ചവിടെ എത്തിയിട്ട് അവിടെ ഫോൺ പറഞ്ഞു തുടങ്ങിയിട്ട് എനിക്ക് സന്ദേശം വന്ന് നിങ്ങൾ കടത്തിയത് നിങ്ങൾക്ക് എത്തിയത് മൊക്ക തിണ്ടാറ് ആഹാരം വയർ നിറച്ചാറ് ഒരാൾമാർ. ആ കുപ്പിയുടെ ഉൾഗത്തെ ചീട്ടി എടുത്തിട്ട് രണ്ട് പ്രിയപ്പെട്ട മൊക്ക ആ ചീട്ടിക്ക് മുത്തിയോണ്ടിന്നാറ്. അള്ളാഹുടെ മുന്നിൽ നിങ്ങളെ ഞങ്ങൾ ചൊല്ലാണ്ടാണ് അങ്ങ് ചൊന്നുകൊണ്ടിന്ന്. ഒരു പ്രിയപ്പെട്ട കിടാവുടെ മെസ്സേജ്, കിടാവ് കടത്തിയത് ഇങ്ങനെയുള്ള ഇത് വെറും ആഹാരമല്ല, ഇത് വണങ്ങിയെങ്കത്തെ മറുഭൂമിയിൽ വന്നെങ്കത്തെ മഴത്തുള്ളി പോലെ മലയുടെ തുള്ളി പോലെ ഞങ്ങൾക്ക് അനുഭവമായോണ്ടുണ്ട് അങ്ങ് ചൊന്നുകൊണ്ടുള്ളത്. അപ്പോൾ ലോകത്തെ ഏതെങ്കിലും ഒരു മൂലയിൽ ഞങ്ങളെ നെനപ്പാക്കടെങ്കത്തെ ആൾമാരുണ്ടും ചൊല്ല ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇമ്മാതിരി പട്ടിണി കിട്ടിട്ട് ഒരു സമൂഹത്തെ കൊല്ലുമ്പോൾ അവിടെ എല്ലാം ഞങ്ങൾ ആൽച്ചനാക്കണമെങ്കത്ത് ലോകത്ത് എത്ര മുസ്ലിം രാഷ്ട്രങ്ങളാണുള്ളത്. യാ റബ്ബി, അങ്ങാറും മുണ്ടിയോണ്ടില്ലല്ലേ, ഒരക്ഷരം മുണ്ടിയോണ്ടില്ലല്ലേ. ഈജിപ്തിൽ നെയിൽ നദി ഇന്നിട്ടും ഗാസത്തെ പ്രിയപ്പെട്ട ആൾമാർ തണ്ണി കിട്ടാണ്ട് മരിച്ചോണ്ടുള്ളാറും ചൊല്ലത് എത്ര വലിയ ബുദ്ധിമുട്ടാണ്. ചരിത്രം അങ്ങനെ എഴുതി വെക്കിട്. അള്ളാഹുടെ മുന്നിൽ ഉത്തരം ചൊല്ലണാവിടും. സൗദി പോലത്തെ UAE പോലത്തെ മുസ്ലിം രാഷ്ട്രങ്ങൾ പെട്രോൾ കൊണ്ടും നിറഞ്ഞിട്ടിന്നെങ്കും തേയില കൊണ്ടും നിറഞ്ഞിട്ടിന്നെങ്കും ಅದರ സാഗരങ്ങളിന്നെങ്കും ഗാസത്തെ ആസ്പത്രിക്കും ആംബുലൻസും ഇന്ധനം കിട്ടിയോണ്ടില്ലേ ചൊല്ലത് ചരിത്രം എഴുതി വെക്കിട്. പഠിച്ചോണ്ട് മുന്നൽ മറുപടി ചെല്ലണോ. 50 മില്യൺ സൈനികന്മാർ ലോകത്ത് മുസ്ലിമീങ്ങൾ ഇന്നെങ്കും ഒരേ ഒരു സൈനികയുടെ ഗാസത്ത് ഞാൻ കടത്തി കൊടുത്തിട്ടില്ല എന്ന് ചൊല്ലെങ്കത്തെ അവസ്ഥ അള്ളാഹുടെ മുന്നിൽ ചൊല്ലണോ. 200 കോടി മുസ്ലിമീങ്ങളുള്ള 50 മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട്. ഒരാളും ഒരിക്കലും മുണ്ടിയോണ്ടില്ല. യാ റബ്ബി, അങ്ങ് മീറ്റിംഗ് ആക്കിടാറ് ചായ കുടിക്കിടാറ് പോണ്ടാറുണ്ടല്ലാണ്ട് അവിടെ കാര്യമായ ഒരു ഇടപെടൽ നടന്നുകൊണ്ടില്ല. നൃത്യത്തിനും പാർട്ടിക്കും കോടിക്കണക്കിൽ ഡോളർ ഖർച്ചാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം രാഷ്ട്രങ്ങൾ അതേ സമയത്ത് ഗാസത്ത് അങ്ങ് തണ്ണി കിട്ടില്ല ബ്രെഡ് കിട്ടില്ല എന്ന് ചൊന്നിട്ട് ഇതിഹാസ എൽതിറ് അള്ളാഹുടെ മുന്നിൽ ഉത്തരവും ചൊല്ലണാവിടൂ.
ഈ ചൊന്നെങ്കത്തെ ക്രൂരന്മാർ അങ്ങളങ്ങളെ റായത്തുക്ക് പോകുമ്പോൾ റെഡ് കാർപ്പറ്റ് ഇട്ട് സ്വീകരിച്ചുകൊണ്ടുള്ളാർ. അറബിങ്ങ പെട്രോളിയമുടെ ആഡംബരത്തിൽ സുഖത്തിൽ സുഖിച്ചുകൊണ്ടുള്ളാർ. ഇതെല്ലാം നാശാവാൻ അന്ത്യനാളുണ്ടാവില്ല. ഈ ചൊന്നെങ്കത്തെ ഇന്ന് സുഖത്തിലുള്ള അറബ് ലോകത്തെ മുൾങ്ങാണ്ട് ഈ ചൊന്ന അമേരിക്കയും യൂറോപ്പും അങ്ങ് മുൾങ്ങു കാത്തുകൊണ്ടുള്ളാർ. മുൾങ്ങിട്ടാണ് അന്ത്യനാളുണ്ടാവിടെ. പിന്നെയാണ് ഇമാം മഹദി റളിയല്ലാഹു അൻഹു വേണ്ടി അപ്പപ്പോൾ ടർക്കി എഞ്ചോണ്ടിന്ത് ഇസ്ലാമുടെ പേര് ചൊന്നോണ്ടിന്ത് ഗാസത്തെ ಬಗ್ಗೆ ഒരക്ഷരം അങ്ങ് ചൊന്നോണ്ടില്ല. പെപ്സി കൊക്കക്കോലമേ ഞങ്ങൾക്കാവണം. ഒരു ഹോട്ടലിൽ പോയപ്പോൾ ഞാൻ ചൊന്ന അവിടെ കൊക്കക്കോല ഇങ്ങനെ കണ്ടോണ്ടുണ്ട്. ഇതിനെ നിങ്ങൾ എടുക്കൊരു ഒഴിവാക്കൊരു നിങ്ങൾക്ക് കാണ്ടില്ലേ. ഈ ബോർഡെങ്കിലും നിങ്ങൾ ഒഴിവാക്കൊരു. പിന്നെയും പോയി നോക്കുമ്പോൾ അങ്ങ് ഒഴിവാക്കില്ല. അത് എവിടെയുമേ ഉണ്ട്. ഞാൻ വെറുതെയും ചൊല്ലേ ഗാസത്തെ എനിക്ക് ദ്വാർക്കണം അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം. പക്ഷേ നൻ്റെ മുട്ടത്തെ പരിണാമക്കാരെ ഒരു പണി ഞാൻ എടുക്കില്ലാണ്ട് അങ്ങ് പഠിച്ചോണ്ട് മുന്നുള്ള ഉത്തരം ചൊല്ലണായത് ഗ്യാരണ്ടിയാണ്. യാ റബ്ബി, ഒരു പൂച്ചയുടെ കാരണം കൊണ്ട് ഒരു പെണ്ണ് നരകത്ത് പോയാൽ ഒരാൾ നരകത്ത് പോയിത്തെന്ന് ചൊല്ലിട്ട് ഹദീസ് ഞങ്ങൾ ചർച്ചാക്കുമ്പോഴും ഗാസത്തിൽ ദൈനംദിനം ഒരിക്കലെനിക്ക് താൽമാർഗുവാനായിട്ട് ഒരക്ഷരം ഞങ്ങൾ മുണ്ടിയോണ്ടില്ല എന്ന് ചൊല്ലത് എത്ര വലിയ മോശമാണ്. ചരിത്രം ഒരിക്കലും ഞങ്ങൾക്ക് മാഫ് തണ്ടില്ല. ഞങ്ങൾക്ക് അവിടെ പോയിട്ട് യുദ്ധാക്കണമുണ്ടല്ല ചൊന്നുകൊണ്ടില്ല. പക്ഷേ മനസ്സുകൊണ്ട് ഈ ചൊന്ന ക്രൂരന്മാരെ എതിർത്തിട്ട് ഞങ്ങളെ സംസ്കാരങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് നൻ്റെ ഉത്തര വിവാഹത്തിലെങ്കിലും ഇങ്ങക്കൊമ്പന്നെങ്കത്തെ മോശമായ സംസ്കാരങ്ങൾ വെക്കാണ്ട് മദീന നൻ്റെ കൽവിൽ കടന്നു വന്നിട്ടുണ്ടായെങ്കിൽ അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു തരൂ. ഞങ്ങളെ ഉത്തര ഇസ്രാഫിയുടെ ഉസ്താദുമാർ ഞങ്ങൾ അവകുത്തീറ. ഇസ്രാഫാക്കടെങ്കെത്തറ ഒരു ചെറിയ ഭക്ഷണം പോലും ഇസ്രാഫാക്കി അങ്ങ് പഠിച്ചോണ്ട് വന്നാൽ ഞങ്ങൾ ചെല്ലണോ. അള്ളാഹുടൊട്ടി അങ്കുവേനായി ദ്വാരക്കടെങ്കെത്തറു നല്ലൊരു അവസ്ഥ ഞങ്ങൾക്കുണ്ടാവുന്നുണ്ടാണ് നണ്ടൊട്ടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ളത്. എൻ്റെ ഞങ്ങൾ കാണുന്നെങ്കത്തെ ചിത്രങ്ങൾ പാവപ്പെട്ട മക്ക ഭക്ഷണത്തിന് വേനായിട്ട് ക്യൂ നിൽക്കുമ്പോൾ അങ്ങളെ ബോംബിട്ട് കൊല്ലുടേന്ന് ചൊല്ലത് ലോകത്ത് എത്ര വലിയ ധിക്കാരമാണ്. ഏത് യുദ്ധനീതി നിയമങ്ങളാണ് ഇങ്ങനെ പാലിച്ചുകൊണ്ടുള്ളത്. പക്ഷെ ഇത്രയും ആൾമാറി നിന്നിട്ട് പരിണാമക്കാരിയായി ഒരു അക്ഷരം ഉണ്ടാവില്ല. പോയെങ്കിൽ പോവട്ടെ പറ. പാവപ്പെട്ട മക്കളെ നിരന്തരമായി ഒരു വർഷത്തിലേറെയായിട്ട് 2 വർഷമിട്ടായിട്ട് കൊന്നുകൊണ്ടുള്ളാറല്ലേ. ഇപ്പുറത്ത് മുസ്ലിം രാഷ്ട്രങ്ങൾ വലിയ വലിയ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നതിലുണ്ട്. വലിയ വലിയ വിശ്വക്ക പന്ത്യാവളിങ്ങ അങ്ങളെ റായത്ത് കൊമ്പണ്ടെന്തര ഗൗജിലുള്ളാറങ്ങ മാത്രമല്ല അങ്ങ് ഇപ്പുറ പോകുമ്പോൾ അങ്ങളെ സ്വീകരിക്കുകയും എല്ലാത്തും ഉള്ളവർ. നിങ്ങൾ 4 നാൾ കക്കൂസ് പോകണ്ടാന്ന് ചൊന്നിട്ട് ഈ ചൊന്ന നേതാക്കന്മാർ ചൊന്നെങ്കിൽ ഇങ്ങ പോവല 4 നാളല്ല 5 നാൾ പോവല ഫോണാക്കുവാർ. ഞങ്ങൾ 5 നാൾ പോയില്ല എന്ന് ചൊന്നിട്ട് അങ്ങളെ അടിമകളായോണ്ടുള്ള ഞങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങളെ അടിമകളായോണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന് ഒരിക്കലും ഞങ്ങൾക്ക് എതിരില്ല, കാരണങ്ങളില്ല, ചൊല്ലുകില്ല, പഠിച്ചോണ്ട് മുന്നിൽ രക്ഷപ്പെടുക ആവില്ല. ഇത് തീർമാനം പണ്ടെങ്കത്തൊരു നാളുണ്ട്. അണ്ട് എല്ലാവരും അവിടെ കാരണക്കാരാവിടാറ്. അണ്ട് ആരാണ് ജയിച്ചിരെ അവിടെ മാത്രമാണ് വന്താവിടെ. അതല്ലാത്ത ടൈമിൽ വന്താവില്ല. ഞാൻ അറ്റ്ലീസ്റ്റ് നൻ്റെ ഒട്ടിಗೆ ചെന്നുകൊണ്ടില്ല. ഇവിടെ ഞങ്ങൾ പുറത്ത് പ്രതിഭಟನೆ ആക്കട അതാക്കട ഇതാക്കട പലതും ആക്കട. ചില ആൾമാർ ദ്വാർന്നില്ലെങ്കിൽ ഒന്ന് ചൂടാവിട. റേ ഗസത്ത് എനിക്ക് എന്ത് ദ്വാർന്നില്ല. ഞങ്ങൾ എപ്പോഴും ദ്വാർന്നുകൊണ്ടിരിക്കട. മനുഷ്യത്വം ഉള്ളെങ്കത്തെ ഒരാൾക്ക് ഒരിക്കലും ഇത് മറക്കൂ സാധ്യമല്ല. നൻ്റെ ടേബിളിൽ വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ വരുമ്പോൾ ഒരു വേള ഞാനൊന്ന് നെനപ്പാക്കണം. പഠിച്ചോണു സാധ്യമാണ്. നൻ്റെയും ഇങ്ങനെ ആക്കൂ സാധ്യമാണ്. നക്ക് ശുക്ർ വേണു, നന്ദി വേണു. അങ്ക് വേനായിട്ടൊരു ദ്വാ. യാ റബ്ബി, അങ്ക് വേനായിട്ട് അങ്ങളെ ബച്ചാവുക വേനായിട്ട് ഒരു നോമ്പ് നമുക്ക് നേർച്ചാക്കാം. ഒരു നോമ്പ് നമുക്ക് പിടിക്കാം. ഈ തിങ്കളാസമേ ഞങ്ങളെ കൊണ്ട് അവിടാണ് നോക്കാം. ഞാനൊരു ആഹ്വാനാക്കിയിട്ട് ഞങ്ങൾ ചൊന്ന ഒരു ഉദാഹരണം. ഒരു ദ്വാ സമ്മേളനം ആക്കാൻ ചൊല്ലും. വൈ കാൽമാരില്ല, ഭാരി കൊറടിയാണ്. ഐ കാൽമാരില്ല, എനിക്ക് ദ്വാർന്നില്ല. എന്തേലും ചൊന്ന് ജോറാക്കടെങ്കിൽ ആൾമാർ വരെ കണ്ടില്ല. വളരെ കുറച്ച് ആൾമാരാണ്. പിന്നെ ആ ആൾമാരൊട്ടി ഞങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്വമാണുള്ളേ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് കൂറാണുള്ളേ. അങ്ങനെ എങ്ങനെയാണ് ചൊല്ലുമ്പോൾ ഒരു നാൾ അങ്ങളെ ബച്ചാവുകവേനായിട്ട് ഞാൻ നോമ്പ് നേർച്ചയാക്കിക്കൊണ്ടുള്ള പഠിച്ചോണുകവേനായിട്ട് നോമ്പ് പിടിച്ചോണ്ടുള്ള അങ്കെന്തിരാവിടെ ഇല്ല നക്കൊന്തില്ല. അത് പഠിച്ചോണ്ട് പരീക്ഷ ഞങ്ങൾക്കത് കൊന്തില്ല. അങ്ക് നല്ല ഈമാനുണ്ട്, അങ്ങ് ബച്ചാവായോണ്ടുള്ളാറ്. അള്ളാഹുടെ തീരുമാനം എന്തൊരു ഹിക്മത്ത് എന്തൊരു ഞങ്ങൾക്ക് കൊന്തില്ല. പക്ഷേ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. മുസ്ലിം ഉമ്മത്ത് ലോകത്തിങ്ങനെ പ്രയാസം വരുമ്പോൾ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. സുഖത്തിൽ ജീവിക്കലെങ്കിൽ താൽമാർ ഒരു അക്ഷരമുണ്ടോನು മുണ്ടോನು അവിടെ എനിക്ക് താൽമുറ മുണ്ടോನು ദ്വാർക്കുക അവിടെ എനിക്ക് താൽമാർ നിരന്തര ദ്വായാണ്. ഒരു നോമ്പ് ഈ തിങ്കളാസ ഞാൻ നേർച്ചയാക്കിയിട്ട് പിടിക്കുക. നൻ്റെ ഈ വയസ്സ് കേൾക്കട ആണിങ്ങ പെണ്ണിങ്ങ എല്ലാവരൊട്ടിಗೆ ഞാൻ നൽവാക്കിക്കൊണ്ടുള്ള നണ്ടൊട്ടിಗೆ അടക്കം ഒർക്ക ഞാൻ അങ്ങനെ ആഹ്വാനാക്കിന്ന ചൊന്നത് നോക്കുമ്പോൾ കുറച്ചാൾ പിടിച്ചാറ്. ദ്വാത്തിക്ക് എത്ര ആൾമാർ, ഇഫ്താർ കുറച്ചാൾമാർ തണ്ണീടെ റാസി കൊമ്പന്നിട്ടിന്ത്. പക്ഷേ ആൾമാരില്ല. ഞങ്ങൾ ആക്ഷേപിച്ചതല്ല ഞാൻ. പക്ഷേ മനുഷ്യ ചിന്തിക്കില്ല. ഗഫലത്താണ്, അശ്രദ്ധയാണ്. നക്കെന്തു ആയിട്ടില്ലല്ലേ, ഏതോ ആയിരക്കണക്കിൽ കിലോമീറ്റർ അപ്പുറത്തുള്ളങ്ങല്ലേ. മാത്രമല്ല ഗാസത്തെ സമസ്യ മുസ്ലിം ഉമ്മത്തിൽ ചോരൽ അളിഞ്ഞതാണ്, ബാക്കിറായത്ത പോലെയല്ല. ആ ഫലസ്തീനിലാണ് ബൈത്തുൽ മുഖദ്ദസുള്ളേ. മുസ്ലിമീങ്ങളെ ഫസ്റ്റത്തെ കിബില 3-ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളി ഫലസ്തീൻ്റെ മസ്ജിദുൽ അഖ്സ. ആ
ആ മസ്ജിദുൽ അഖ്സക്ക് വേനായിട്ട് ദ്വാർക്കരുത്, ശബ്ദിക്കരുത് ഓരോ മുസ്ലിമുടെ ബാധ്യതയാണ്. ഹൽ ഹാദിഹിൽ ഖുദ്സ് വൽ അഖ്സ യുസയ്യിനുഹാ, ഈ ഖുദ്സിനെ ഭംഗിയാക്കരുത് മസ്ജിദുൽ അഖ്സയാണ്, അതൊക്കെ വേനായിട്ടാണ് ദ്വാർക്കുനായി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഐക്കുള്ള ആൾമാരില്ല, ഭാരി കൊറടിയാണ്, പിന്നെ നൻ്റെ കൊണ്ട് എന്താണ് ആക്കോ സാധ്യ? ഞാൻ ನೆನಪಾಕಿಕೊಂಡುಳ್ಳ ಈ ತಿಂಗಳಾಸ ಎಂದೊಂದಂಗೆ ഒരു 4 താരീഖാവും അണ്ട് നാനൊരു നോമ്പൈക്ക് മുന്നൽ നേർച്ചയാക്കി അഗാസത്തെ പ്രിയപ്പെട്ട ആൾമാരെ രക്ഷണകുവേനായിട്ട് അങ്ങളെ കൊന്നു രക്തം കുടിക്കണമെങ്കെത്ത ആൾമാരെ അങ്ങളെ പരാജയത്തുകുവേനായിട്ട് ഞാനിതാ പടച്ചോനെ നിൽക്കുവേനായിട്ട് നോമ്പ് നേർച്ചയാക്കിക്കൊണ്ടുള്ള തിങ്കളാസ 2 നോമ്പ് പിടിക്കാം. അണ്ട് സുബൈക്കൊരു 3 ഗಂಟೆ എണിക്കാം. എഞ്ചിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സുബൈ നിസ്കാരം വരെ കണ്ണീരൊഴുക്കാം. നൻ്റെ വിഷയം ചൊല്ലതേ വേണ്ട. നൻ്റെ ಅಂಗಡಿಗೆ അത്ര ವ್ಯಾಪಾರವನ್ನು ನಕ್ಕ ಆ ಸಮಸ್ಯೆ ಉಂಟು, ಮೊಳ್ಳೆ ಕಟ್ಟುವಾಟುಂಡು, ಇದು ಎಂದೂ ಚೆಲ್ಲಂಡ. 3 ಗಂಟೆ ಎಂಚಿಟ್ಟು 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് 2 റക്അത്ത് മൈ ಯಾರು ನಿಸ್ಕರಿಕೊಂಡುಂಟಿಲ್ಲ ಅಲ್ಲಾಹುಡೆ ಒಂದು ಇಖ್ಲಾಸೋടെ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നിരന്തര ദ്വായാണ്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ ആയുധമാണ് ദ്വാ എന്ന് ചൊല്ല്. ആ ദ്വാർക്ക കണ്ണീരൊഴുക്കി സുബൈ വാങ്ങുവരെ ദ്വാർക്ക ഓരോ ആണുകാക്ക പെണ്ണുകാക്ക അതാവില്ലാണ്ടായി നക്കെന്താണ് അവിടെ, എൻ്റെ കൊണ്ട് എന്താണ് സാധ്യം? അനക്ക് വേനായിട്ട് ഞാൻ എന്തരാക്കിയ നാനിനിയും ഗമ്മത്തിലുള്ള ഗൗജിലുള്ള ലക്ഷക്കണക്കിൽ പൈസ ചിലവാക്കിക്കൊണ്ടുള്ള ഇസ്രാഫാക്കിക്കൊണ്ടുള്ള നൻ്റെ ഒരു ഔത്തരം മങ്ങിലാൻ ചൊന്നെങ്കിൽ ഒരു ഭ്രാന്താണ്. എന്തെല്ലാം ആക്കിക്കൊണ്ടുള്ളാർ, പുതിയ പുതിയ ആചാരങ്ങൾ കൊമ്പന്നുകൊണ്ടുള്ളാർ. ഞങ്ങളെ പഠിച്ചുകൊണ്ട് നിർവന്തലിൽ പിടിക്കുന്നത് ഉറപ്പാണ്, സംശയമേ ഇല്ല. അപ്പോൾ അനക്ക് വേനായിട്ട് എന്തെങ്കിലും ഒന്നാക്കാം. ഒരു 3 ഗಂಟೆ എഞ്ചിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് സുബൈ വരെ നിരന്തരമായി കണ്ണീരൊഴുക്കിയതു. അവിടെ നൻ്റെ വിഷയം ഒന്നും ചൊല്ലണ്ട, നക്ക് ചൊല്ലുകൊള്ളത് ഒന്ന് മാത്രമാണ് പഠിച്ചുകൊണ്ടൊട്ടിയ ഗാസത്തെ മക്കൾക്ക് വേനായിട്ട് നീ അങ്ങനെ ബച്ചാവാക്കണം റബ്ബേ, രക്ഷപ്പെടുത്തും റബ്ബേ. രക്ഷപ്പെടുത്തണേ ഇല്ലേ പഠിച്ചോണ് വന്നു അവനക്ക് വിട്ട വിഷയമാണ്. അവൻ്റെ വിഷയത്തിൽ ഞങ്ങെന്തും തീരുമാനം ചൊല്ലുക പോകണ്ട. പക്ഷെ നൻ്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹണാക്കാം. നാളെ ഗാസത്തെ മക്ക ചിരിച്ചിട്ട് സ്വർഗത്ത് പോകുമ്പോൾ ചിലപ്പോൾ അങ്ങ് കേൾക്കുവാറ് ഞങ്ങൾക്ക് വേനായിട്ട് നിങ്ങൾ എന്താക്കിയാറ് പഠിച്ചോണ്ട് കേൾക്കുക. ആ കോടതിയിൽ ഞങ്ങൾ കുടുങ്ങിപ്പോണു തീറാം. അള്ളാഹു നൻ്റെയും ഞങ്ങളെയും ഞങ്ങളെല്ലാവരെയും അള്ളാഹു രക്ഷപ്പെടുത്തി തരുമാറാവട്ട്. പ്രയാസങ്ങൾ അനുഭവിക്കണമെങ്കിൽ പ്രിയപ്പെട്ട ഗാസത്തെ മക്ക സഹോദരന്മാർ അങ്ങൾക്ക് വലിയ സ്വാതന്ത്ര്യം അള്ളാഹു കൊടുക്കട്ട്. ഞങ്ങളെ നശിപ്പിക്കണമെങ്കിൽ ക്രൂരന്മാരെ അള്ളാഹു പരാജയപ്പെടുത്തട്ട്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.